Hi friends, Assalamualaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കറിയാം വിപ്പിംഗ് ക്രീമിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. നമ്മുടെ റെഡ് വെൽവെറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണിത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതങ്ങനെ കണക്കൊന്നുമില്ല, നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സ്ട്രോബെറീൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നത് വരെ, നല്ലൊരു പീക്ക് ഫോം ആകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ സ്പീഡിലാണ് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിലിട്ടിട്ടാണ് ഞാനിന്നിവിടെ ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിക്കായിട്ട് നല്ലൊരു പീക്ക് ഫോമിലായിട്ട് കിട്ടും. ഇത് ഇവിടെ ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 280 ഗ്രാമിൻ്റെ ഒരു ഫിലാഡൽഫിയ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. 280 ഗ്രാമിൻ്റെ ഒരു ബോക്സ്. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നമുക്ക് ഈ ബീറ്റർ വെച്ചല്ല, നമുക്ക് സ്പൂണ് വെച്ച് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റർ വെച്ച് നമ്മളിത് യോജിപ്പിക്കുന്ന സമയത്ത് ഇത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്രീമിലേക്ക് ഇത് ചേർക്കുന്ന സമയത്ത് ക്രീമും അങ്ങനെ ലൂസായിട്ട് നമുക്ക് നല്ലൊരു ആ ഒരു തിക്നെസ്സിൽ കിട്ടില്ല. നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, പഞ്ചസാരയും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് പെട്ടെന്ന് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം കുറച്ചായിട്ട് ക്രീം ചീസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ മുഴുവനായിട്ട് നമ്മൾ ക്രീം ചീസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം, ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ കേക്കിലേക്കൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനും ഈ ക്രീമിനെ കൊണ്ട് പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ക്രീം ചീസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു നോക്കാം. നമുക്ക് കുറച്ച് പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ക്രീം ചീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപയോഗിച്ച് ഇതുപോലെ തന്നെ ഫ്രോസ്റ്റിങ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്നോട് റെഡ് വെൽവെറ്റ് കേക്കിന് ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് വളരെ ഈസിയാണ്, ആർക്കും ബിഗിനേഴ്സിന് പോലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണ് റെഡ് വെൽവെറ്റിൻ്റേത്. അത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഇത് ഞാനിവിടെ 7 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അതായത് 1 കിലോഗ്രാം കേക്കിന് വേണ്ടി ചെയ്തിട്ടുള്ള സ്പോഞ്ചാണ്.
അത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് ഇത് ഒരു ആദ്യത്തെ ലെയർ നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ക്രീം വെച്ചിട്ട് സാധാരണ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഞാനിവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ക്രീം ചീസ് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ 3 ലെയർ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് ക്രീം കേക്കിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രം കോട്ടായിട്ട് ആദ്യം ഒന്ന് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് പിന്നെ സെക്കൻഡ് ലെയർ കോട്ടിങ്ങും കൊടുക്കുക. ഞാനിവിടെ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, ഒന്നിച്ച് തന്നെ അങ്ങ് പിന്നെ കോട്ടിങ് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി കേക്കിൻ്റെ കേക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഇനി ക്രം കോട്ടായിട്ട് വേറെ ചെയ്യുന്നൊന്നുമില്ല, ഒറ്റ ലെയറായിട്ട് തന്നെ അങ്ങ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം എല്ലാം എടുത്തൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇത് ഞാൻ കേക്കിൻ്റെ മുകളിലെ ലെയർ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതുപോലുള്ള ഒരു മൂടിയ വേറെ എന്തെങ്കിലും ഒന്ന് കേക്കിന് സെൻട്രലായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ കേക്ക് പൊടി കൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡും പിന്നെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് നമുക്ക് നെയിം എഴുതാനൊക്കെ യൂസ് ചെയ്യാം. ആ മൂടി എടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടും. അവിടെ നമുക്ക് പിന്നെ നെയിമൊക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ നെയിമൊന്നല്ല എഴുതുന്നത്, ഇതിന് മുകളിൽ വേറൊരു കേക്കും കൂടി വെച്ച് ഒരു ബർത്ത്ഡേ കേക്കാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഈ ഒരു ലെയർ പിന്നെ ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ ഇതുപോലുള്ള എഡിബിൾ പേൾ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തും ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതിന് മുകളിൽ മുഴുവനായിട്ടും കേക്ക് പൗഡർ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ പേൾസ് വെച്ച് കൊടുത്താലും മതി. ഞാൻ ഇതിന് മുകളിൽ വേറൊരു 5 ഇഞ്ചിൻ്റെ കേക്കും കൂടി വെച്ച് കൊടുത്ത് ഇങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്രീം ചീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.